ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ലിക് സ്റ്റോറീസ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 2 മാസങ്ങൾക്ക് മുന്നേ ഒരു Q&Aൻ്റെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്താ ഈ ഒരു പോസ്റ്റ്. അപ്പോൾ പിന്നെ ഞാൻ ആ പരിസരത്തേക്ക് അങ്ങനെ അങ്ങോട്ട് നോക്കിയില്ല. ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എന്നാൽ പോലും ഞാൻ അതിലേക്ക് ഇതാക്കിയില്ല. വീഡിയോ എടുക്കാനുള്ള ഒരു സെറ്റപ്പ് വന്നില്ല. അപ്പോൾ ഒരു ഫസ്റ്റ് Q&A ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടിയിരുന്നു. എന്നുവെച്ചാൽ കുറേ ക്വസ്റ്റ്യൻസ് വന്നു എന്നല്ല, എന്നാൽ പോലും ആ ഒരു വീഡിയോന് അത്യാവശ്യം എപ്പോഴും കയറുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ഒരു ഇത് വന്നിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചൊന്നും ഇഷ്ടമായി, ഇത് രസമുണ്ട് ചെയ്യാൻ. പിന്നെ കുറച്ച് അടുത്തൊരു വട്ടം കൂടി ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ കുറച്ചുകൂടി വെറൈറ്റി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നാലോ എങ്ങനെയായിരിക്കും. അപ്പോൾ അതെനിക്ക് ഇച്ചിരി ഒന്ന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കൊന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. Q&A ഇപ്പോഴും അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അത്യാവശ്യം എപ്പോഴും കാണുന്നവർ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ വീഡിയോസ്. അപ്പോൾ ഇതിൽ എന്നെ അറിയാത്തവർ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി അറിയാത്തവർ തന്നെയാണ് ഇതിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ആൻസർ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ. ഇന്ന് നമുക്ക് ഹോളിഡേ ആണ്. സോ പിന്നെ വിചാരിച്ചു ഇന്നൊരു പെട്ടെന്നൊരു മൂഡ് വന്നു, ഓക്കെ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഭയങ്കര ലാഗൊന്നും ആക്കുന്നില്ല. ഉത്തരമൊന്നും ഞാൻ പ്രിപ്പയർഡ് ഒന്നുമല്ല. ഞാൻ ക്വസ്റ്റ്യൻസ് വായിച്ചിരുന്നു, പക്ഷേ എനിക്ക് ഇതിനുള്ള ഉത്തരങ്ങൾ അന്ന് ആലോചിക്കുമ്പോഴേ കിട്ടുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാവും ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ. ഓക്കെ, അപ്പം ആദ്യം തന്നെ വന്ന ഒരു ക്വസ്റ്റ്യൻ, ഞാനത് ആരാ ചോദിച്ചേ അങ്ങനെയൊന്നും ഇതിൽ പറയുന്നില്ല. ആദ്യം തന്നെ വന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ 4 ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൗ ഡിഡ് യു എൻഡ് അപ്പ് ഇൻ യുവർ കരിയർ പാത്ത്. അപ്പോൾ ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് LLB ആണ്. LLB പഠിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ജോബിനായിരിക്കും ലാസ്റ്റ് പോണുണ്ടാവുക എന്തായാലും. കാരണം 5 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. 5 വർഷം തീരാനായി, ഒക്ടോബറോട് കോഴ്സ് തീരും, അതിന് എൻറോൾമെൻ്റ് ആവും. അപ്പോൾ അതായി ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും ഞാൻ എത്തുന്നുണ്ടാവുക. ഞാൻ പഠിച്ചത് BBA LLB ആണ്, അല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന, തീരാനായി. സോ ഞാൻ കോഴ്സ് കഴിഞ്ഞാൽ എന്തായാലും കുറച്ചു കാലം നമ്മൾ എന്താ പഠിച്ചതെന്ന് അറിയാൻ വേണ്ടി ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞ് എനിക്ക് എന്തെങ്കിലും ഒരു കോർപ്പറേറ്റ് പോലെ കയറണം എന്നാണ് ആഗ്രഹം. അതായിരിക്കും കുറച്ചും കൂടി സ്കോപ്പ് എന്നൊക്കെ ഉള്ളതുകൊണ്ട്. സോ അതായി ബേസ് ചെയ്തിട്ടുള്ള ജോലിക്ക് തന്നെ ആയിരിക്കും പോകണുണ്ടാവുക. അല്ലാത്ത ജോലിക്കൊന്നും പഠിത്തം വെച്ച് അതിനൊക്കെ തന്നെയല്ലേ പോകാൻ പറ്റുള്ളൂ. സോ അങ്ങനെ തന്നെയായിരിക്കും. ഇനിയിപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിലും ഒരു ബിസിനസ് ഫീൽഡിലേക്ക് മാത്രം BBA പഠിച്ചുകൊണ്ട് MBA എടുത്താൽ അങ്ങനെ വേണമെങ്കിൽ പോവാം. പക്ഷെ എന്നാലും ലീഗലായിട്ട് ബന്ധമുള്ള എന്തെങ്കിലും ആയിരിക്കും എന്നാണ് എനിക്കൊരു വിശ്വാസം. സോ അതായിരിക്കും, അങ്ങനെ ആവാനാണ് ചാൻസ് കൂടുതൽ. ഇത്രയ്ക്കേ ഉള്ളൂ. പിന്നെ വാട്ട്സ് യുവർ ഫ്യൂച്ചർ പ്ലാൻ. സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നെയാണ്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചത് വെച്ച് എന്തെങ്കിലും ജോലി എന്തായാലും ചെയ്യണം. അതെന്തായാലും ഉറപ്പുള്ള കാര്യം. വെറുതെ വീട്ടിൽ മടിച്ചിരുന്ന് പിന്നെ കോഴ്സ് കഴിഞ്ഞാൽ എനിക്ക് റെസ്റ്റ് വേണമെന്നൊന്നുമില്ല. ഒരു മാസം 2 മാസമൊക്കെ വീട്ടിലിരിക്കണം, ചില്ല് ചെയ്യണം, അങ്ങനെ ഒന്നുമില്ല. കാരണം ഞാൻ ഭയങ്കര മടിച്ചിയാണ്. സോ വീട്ടിലിരിക്കില്ല എന്തായാലും. എന്തെങ്കിലും പണിക്ക് എന്തായാലും പോയിരിക്കും, എന്തെങ്കിലും പണിക്ക്. അതിനിപ്പോൾ നമുക്ക് കിട്ടുന്നത് സാലറി കുറവാണെങ്കിൽ പോലും ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യും, ബിസി ആവാൻ നോക്കും. ഞാൻ പഠിച്ചത് വെച്ച് എന്തെങ്കിലും ജോലിക്ക് ഞാൻ എന്തായാലും ട്രൈ ചെയ്യുന്നതായിരിക്കും. കാരണം എനിക്ക് തന്നെ അറിയാം, എനിക്ക് അത്യാവശ്യം മടിയുള്ള കൂട്ടത്തിലാണ്. വെറുതെ ഇരിക്കില്ല. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചോണ്ട്, കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ഡെഡിക്കേറ്റഡ് ആയി ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു എന്നല്ല, എന്നാൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. LLB ആണെങ്കിലും എല്ലാം ഇത്ര കാലം പഠിച്ചതൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് വെറുതെ വീട്ടിലിരിക്കില്ല. പിന്നെ എന്നെ വെറുതെ വീട്ടിലിരുത്തൂല്ല, അത് വേറെ കാര്യം. ഒരു ജോബ് ഒരു മസ്റ്റാണ്, അത് ആർക്കാണെങ്കിലും. നമ്മൾ ഇത്രയും കാലം അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഇതിൽ ജീവിച്ചിട്ട് അവർക്ക് വേണ്ടിയെന്നല്ല, നമ്മൾ ഇനി അവരുടെ ഇതാക്കി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ നമ്മളൊന്നും ചോദിക്കില്ല എന്നല്ല അവരോട്, എന്നാൽ പോലും ഇത്രയും കാലമൊക്കെ അവർക്ക് വേണ്ടി ഇതായതല്ലേ, അവരുടെ ഇതിൽ ജീവിച്ചതല്ലേ. സോ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവണം നമ്മൾ പഠിച്ചോണ്ട്. അപ്പോൾ എന്തായാലും ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റായി വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇനി മാറുമെന്ന് അറിയില്ല, നമ്മുടെ ലൈഫ് അങ്ങനെയാണല്ലോ, നമുക്ക് തലവിധി എന്താണോ അതുപോലെ നടക്കുമെല്ലാം. പക്ഷെ വെറുതെ വീട്ടിലിരിക്കില്ല, അത്യാവശ്യം നല്ലൊരു ജോലി ചെയ്ത് ഞാൻ ജീവിക്കുന്നുണ്ടാവും. എന്തായാലും അടിപൊളിയായിട്ട് സെറ്റിൽ ആവുന്നുണ്ടാവും. അതാണ്. പിന്നെ ഫേവറേറ്റ് യൂട്യൂബർ ആൻഡ് വൈ. കറൻ്റ്ലി ഇപ്പം എനിക്ക് അങ്ങനെ ഫേവറേറ്റ് യൂട്യൂബേഴ്സോ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ആ ക്വസ്റ്റ്യനുള്ള ആൻസർ എനിക്കില്ല. ഞാൻ കുറേ പേരുടെ വീഡിയോസ് കാണാറുണ്ട്. എന്ന് വെച്ച് എനിക്കിപ്പോൾ അങ്ങനെ യൂട്യൂബർ എന്നെ ഇൻസ്പയർ ചെയ്യുന്നതോ അങ്ങനെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല എനിക്ക്. എല്ലാവരുടെ വീഡിയോസ് ഇരുന്ന് കാണും, ഒരു
ബോറടിക്കുമ്പോൾ വീഡിയോസ് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടാവും ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്, അങ്ങനെ തന്നെയുള്ളൂ. അല്ലാണ്ട് ഫേവറേറ്റ്സ് ഒന്നുമില്ല. മുന്നത്തെ വീഡിയോയിൽ എൻ്റെ Q&Aയിൽ ആരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടോന്നു തനി മലയാളി, അവിടെ കാണും, എല്ലാവരും വീഡിയോസ് കാണാറുണ്ട്. എനിക്ക് സ്ഥലങ്ങളൊക്കെ കാണാൻ ഇഷ്ടമാണ്. അല്ലാണ്ട് എനിക്ക് ഫേവറേറ്റ് യൂട്യൂബേഴ്സ് ഇപ്പോൾ ആരുമില്ല. പിന്നെ ഫേവറേറ്റ് മൂവി ആൻഡ് വൈ. ഫേവറേറ്റ് മൂവീസ് എനിക്ക് നിറയെ ഉണ്ട്. കുറേ മൂവീസ് ഉണ്ട് എനിക്കിഷ്ടമുള്ളത്. അങ്ങനെ ഇന്നതെന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്നതൊന്നും ഇല്ല. പക്ഷെ എനിക്ക് കുറേ മൂവീസ് ഇഷ്ടമാണ്. പണ്ടത്തെ മൂവീസാവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക, കോമഡി മൂവീസ്. പിന്നെ എനിക്ക് ത്രില്ലർ കാണാനും ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. അങ്ങനെ അതും എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും വെട്ടം എനിക്കിഷ്ടമാണ്. അങ്ങനെ ഇപ്പം എൻ്റെ ഒരു പുതിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇങ്ങനെ ഫുൾ മൂവി അല്ലാണ്ട് ഇങ്ങനെ ഷോർട്ട് വീഡിയോസ് ആയിട്ട് വരില്ലേ, അതിങ്ങനെ ഇരുന്ന് കാണാം, എന്നിട്ട് അടുത്തടുത്തടുത്ത് പാർട്ട് കാണാം. അങ്ങനെ അതാണ് ഇപ്പം പണ്ടത്തെ മലയാളി മൂവീസ് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം കാണുന്ന കുറേ മൂവീസ് ഉണ്ടാവില്ലേ, അങ്ങനെ ഇരുന്ന് കാണുക. അതൊക്കെയാണ് എൻ്റെ ഇപ്പോൾ ഉള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫേവറേറ്റ് മൂവീസ് എന്ന് ചോദിച്ചാൽ കുറേ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. എനിക്ക് ഇഷ്ടമുള്ള കുറേ മൂവീസ് ഉണ്ട്. എല്ലാം എനിക്കിഷ്ടമാണ്, ഞാൻ കാണാറുണ്ട്. എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാത്ത മൂവീസ് എന്ന് പറഞ്ഞാൽ കുറവാണ്, കുറേ കാണാറുണ്ട്, കുറേ ഉണ്ട്. പിന്നെ വേറൊരാൾ ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഇത്രയും ഒരാൾ ചോദിച്ചതാട്ടോ, 4 ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചില്ലേ, അത് ഒരാൾ ചോദിച്ചത് ക്വസ്റ്റ്യനാണ്. ഇനി വേറെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഹൗ ഡു യു വിഷ് യുവർ ലൈഫ് ഷുഡ് ബി ആഫ്റ്റർ 10 years? ഹൗ ബെറ്റർ ഇറ്റ് ഷുഡ് ബി ഫ്രം ദിസ് കറന്റ് ഫേസ് ഓഫ് ലൈഫ്? 10 വർഷത്തിന് ശേഷം, എനിക്കിപ്പോൾ വയസ്സ് 23, അപ്പോൾ 10 വർഷം തന്നെ 33 വയസ്സ്. മിക്കവാറും ഞാൻ ആ സമയത്താകുമ്പോഴേക്കൊന്ന് സെറ്റിലായിട്ടുണ്ടാവും. ഞാനൊന്ന് സെറ്റിലായി അത്യാവശ്യം വരുമാനം കൊണ്ടൊക്കെ ഒന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു ടൈമാണ്. എന്തായാലും ഞാനൊന്ന് 10 വർഷത്തിനുള്ളിലൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ എൻ്റെ കരിയറിൽ ഒരു മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. എൻ്റെ ലൈഫിൽ കുറേ മാറ്റങ്ങളുണ്ടാവും. ചിലപ്പോൾ കുറേ പുതിയ പുതിയ അതിഥികൾ വന്നിട്ടുണ്ടാവും. 10 വർഷം എന്ന് പറഞ്ഞാൽ 23 വയസ്സായി. ഇപ്പോൾ 33 എന്ന് പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ മേ ബി മാരീഡ് ആയിട്ടുണ്ടാവും, മേ ബി എനിക്ക് കുട്ടികളുണ്ടായിട്ടുണ്ടാവും. എൻ്റെ ലൈഫ് ഒന്ന് ജോലിയൊക്കെ ആയി സെറ്റിലായി ഞാൻ ചിലപ്പോൾ വീട് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ആഗ്രഹങ്ങൾ. നമുക്ക് സ്വന്തമായി വീട് വേണം, എൻ്റെ ജോലി വേണം. ഈ കല്യാണമോ കുട്ടികൾ അതൊന്നും ഞാൻ അങ്ങനെ ഇതാക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഒരു ജോലി മസ്റ്റാണ്, വേണം. അത്യാവശ്യം നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു വരുമാനം ഉണ്ടാവണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്ന് വെച്ചാൽ ഭയങ്കര വലിയ കോടീശ്വരിയാവണം, കുറേ പൈസ കയ്യിൽ വേണം, അങ്ങനെയൊന്നുമല്ല. ഇപ്പം നമുക്കൊരു വേസ്റ്റ് സിറ്റുവേഷൻ വന്നാൽ പോലും നമ്മുടെ വീട്ടുകാർ നമ്മുടെ കയ്യിൽ ഉണ്ടാവും, നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്ക് അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അവരുണ്ടാവും. ഒരു ഇതിൽ അവരുണ്ട് എൻ്റെ കൂടെ. എനിക്കിപ്പോൾ അധികം വരുമാനമൊന്നും ഇല്ലെങ്കിൽ പോലും, എന്നാൽ പോലും എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെങ്കിലോ എന്തെങ്കിലും സഹായങ്ങൾ എൻ്റെ വീട്ടിൽ ചെയ്തു കൊടുക്കുക, എൻ്റെ കയ്യിൽ എന്തെങ്കിലും കുറച്ച് സേവിങ്സ് ഉണ്ടാവണം. അതിന് എനിക്ക് എന്തായാലും ഒരു ജോലി വേണം. ഞാൻ പഠിച്ചത് വെച്ച് എനിക്ക് ജോലി വേണം. സോ അതായിരിക്കും എൻ്റെ 10 വർഷത്തിന് ശേഷം. ഇപ്പോഴത്തെ പിന്നെ ഇതിൽ ചോദിച്ചത് ഹൗ ബെറ്റർ ഇറ്റ് ഷുഡ് ബി ഫ്രം ദിസ് കറന്റ് ഫേസ് ഓഫ് ലൈഫ്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ തരുന്നു, അമ്മ തരുന്നു, അല്ലെങ്കിൽ അമ്മൂമ്മ തരുന്നു, ഇവരൊക്കെ തന്ന് അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതാണ് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ്. ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, എവിടുന്നു പഠിക്കുക, എക്സാം പാസ്സാവുക, അങ്ങനത്തെ ഇതൊക്കെ ഉള്ളൂ. അപ്പം അതൊക്കെ മാറി ഞാനൊരു സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യണ്ട, കിച്ചൺ ഒന്നും ചെയ്യണ്ടേ. അന്നെന്ന് പറഞ്ഞാൽ ഒരു 10 വർഷത്തിന് ശേഷം ഞാൻ എല്ലാം ചെയ്യണം എൻ്റെ കാര്യങ്ങൾ. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയി മാറും. അപ്പോഴേക്ക് ഞാൻ സെറ്റിലാവും. 10 വർഷത്തിന് ശേഷം ഞാൻ സെറ്റിലാവും. മേ ബി ചിലപ്പോൾ ഞാൻ യൂട്യൂബിൽ വലിയ ആളായിക്കൂടാ എന്നറിയില്ലല്ലോ. ചിലപ്പോൾ ഞാൻ ഈ ഒരു ഇത് പോവായി. പക്ഷെ ഞാനിതെൻ്റെ ഒരു കരിയറായി എടുക്കുമോ ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതെൻ്റെ ഒരു പാർട്ട് ഓഫ് ലൈഫായിരിക്കും. ഈ ഒരു വീഡിയോസ് ചെയ്യുന്നതോ അങ്ങനെയൊക്കെ ഉണ്ടാവും. കൂടുതൽ നിങ്ങൾക്ക് എൻ്റെ ലൈഫ് ഇത് കൂടെ കാണാൻ പറ്റുന്നുണ്ടാവും. മേ ബി കുറച്ച് കാലം കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ എൻ്റെ ഒരു കരിയറായി കാണുന്നില്ല. പക്ഷെ എൻ്റെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ എനിക്കിഷ്ടമായതുകൊണ്ട് ഇതെൻ്റെ ഒരു ഒപ്പം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കരിയർ എന്ന് പറയുമ്പോൾ പഠിച്ചത് വെച്ചിട്ട് തന്നെ ആയിരിക്കും പോകുന്നുണ്ടാവുക, അല്ലാണ്ട് വേറെ ഒന്നും എടുക്കില്ല എന്ന് പറയാനുള്ള റീസൺ അതുകൊണ്ടാണ്. അങ്ങനെയൊക്കെ ആയിരിക്കും, കുറച്ചുകൂടി അടിപൊളിയായിട്ടായിരിക്കും ലൈഫ് പോകുന്നുണ്ടാവും. ഇപ്പം അടിപൊളിയല്ല എന്നല്ല, എന്നാലും കുറച്ചുകൂടി നമ്മൾ സ്വന്തമായി നമ്മുടെ ഒരു ഇതിൽ നിൽക്കുന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്രയ്ക്ക് തന്നെ എനിക്ക് പറയാനുള്ളൂ ലൈഫിനെ പറ്റിയിട്ട്. നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കില്ലേ ലൈഫ്. ഇപ്പോഴും 23 years എന്ന് പറഞ്ഞാലും നമ്മൾ ഇനിയും കുറേ പഠിക്കാനുണ്ട്. ഇപ്പോഴുള്ള പോലെ ആയിരിക്കില്ല ഒരു 10 വർഷത്തിന് ശേഷം, 20 വർഷത്തിന് ശേഷം കുറേ മാറ്റങ്ങൾ ലൈഫിലുണ്ടാവും. ഇപ്പം തന്നെ എനിക്ക് എൻ്റെ മുന്നത്തെ 10 വർഷത്തെ ആലോചിക്കുമ്പോൾ തന്നെ എനിക്കിപ്പോൾ തന്നെ ലൈഫിൽ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്.
കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ഇനി നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും. അങ്ങനെയാണല്ലോ ലൈഫ്. അങ്ങനെ തന്നെ. പേര് അടുത്ത ആൾ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, വാട്ട്സ് വൺ വീഡിയോ ഐഡിയ യു റിയലി വോണ്ട് ടു ഡു ബട്ട് ഹാവിൻ യെറ്റ്? എനിക്ക് ചെയ്യണം എന്ന് തോന്നിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ഉത്തരമായിരുന്നു ഇത് മാത്രമേ എനിക്ക് ഉത്തരം വന്നുള്ളൂ. ഹോം ടൂർ ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ട് ഈ ഒരു വീടിൻ്റെ. പക്ഷേ എന്തുകൊണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ രണ്ട് മനസ്സാണ്. ഒന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യണം എന്നുണ്ട്, ഒന്ന് ചെയ്യണ്ടെന്നുണ്ട്. കാരണം ഈ വീടിൻ്റെ മുക്കും മൂലയും എല്ലാവരുടെയും എനിക്ക് കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഇല്ല. പക്ഷേ ഈ ഒരു മൈൻഡ് എനിക്ക് കുറച്ചു കാലം കഴിഞ്ഞാൽ വേണമെങ്കിൽ മാറാം. മനുഷ്യന്മാരാണ്, മനസ്സ് മാറാം. സോ അത് എനിക്ക് അറിയില്ല അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് അതാണ് എനിക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള വീഡിയോ ആണ്. പിന്നെ എനിക്ക് എല്ലാവരുടെയും അങ്ങനെ കാണിക്കണം എന്നുമില്ല വീട്ടിൻ്റെ ഓരോ ഇതൊക്കെ. പിന്നെ അമ്മൂമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും ഒന്നും കാണിക്കണ്ട. ശരിയാണ്, അതൊരു അവരുടെ ഇത് വെച്ച് നോക്കുമ്പോൾ അതൊരു ശരിയായൊരു ഉത്തരം തന്നെയാണ്. കാണിക്കേണ്ട ആവശ്യമില്ല ശരിക്കും. പക്ഷേ എപ്പെങ്കിലും ഒരു കാലത്ത് എനിക്ക് കാണിക്കണം എന്ന് തോന്നുമ്പോൾ ഞാൻ കാണിക്കാം. ഇതിൽ കുറേ ഈ വീടിൻ്റെ കുറേ എനിക്ക് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് അല്ലാണ്ട് ഈ യൂട്യൂബിൽ കൂടെ തന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഹോം ടൂർ വീഡിയോ ചെയ്യും. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നാൽ അപ്പുറം ആഗ്രഹമില്ല. എന്തിനാ എല്ലാം ഇങ്ങനെ കാണിക്കുന്നത്, അങ്ങനത്തെ ഒരു ചിന്ത. വീടല്ലേ, പിന്നെ ചെറുതായിട്ട് ഒരു ടെൻഷൻ, എന്തിനാ വെറുതെ കാണിക്കുന്നത്, അങ്ങനെ. അതാണ് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു വീഡിയോ. ആഗ്രഹമാണ്, ചിലപ്പോൾ ചെയ്യാം, ചിലപ്പോൾ ചെയ്യാണ്ടിരിക്കാം. എന്തായാലും ഇപ്പം എന്തായാലും ഇല്ല. അപ്പോൾ അതായിരിക്കും ഞാൻ ചെയ്യാത്തൊരു വീഡിയോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇതെല്ലാം ഒരാൾ ചോദിച്ചതാണ്. ആളിനെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, യുവർ ഫേവറേറ്റ് വീഡിയോ ദാറ്റ് യു ഹാവ് അപ്ലോഡഡ് ഓൺ ദിസ് ചാനൽ? ഇതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാലും എനിക്ക് കുറേ വീഡിയോസ് ഉണ്ട് ഞാനങ്ങനെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തത്. പക്ഷെ എന്നാൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷമായൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ, ഞാൻ വേറെ ഏതൊക്കെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. രാവിലെ എണീച്ച് ഞാൻ അത്യാവശ്യം എല്ലാം അതിൽ കാണിച്ചിട്ടുണ്ട് ആ ഒരു ദിവസത്തെ. അപ്പോൾ എനിക്കതിപ്പോഴും കാണുമ്പോൾ എനിക്ക് ഇച്ചിരി ഇമോഷണൽ ആവാറുണ്ട്. ആ ഒരു വീഡിയോ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. അതിനുശേഷം കുറേ കാര്യങ്ങളുണ്ടായി. അപ്പോൾ ആ ഒരു ബർത്ത്ഡേ കഴിഞ്ഞ കൊല്ലം നടന്ന ആ ഒരു ബർത്ത്ഡേ ഒരു അടിപൊളിയായിരുന്നു. അപ്പോൾ ആ വീഡിയോ എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമുള്ളൊരു വീഡിയോ ആണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു ഫേവറേറ്റിൽ എടുത്ത് വെക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ആ ഒരു വീഡിയോ. എനിക്കിഷ്ടമാണ്. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആയിരുന്നു. അല്ലെങ്കിലും ഇതിൽ കുറേ ചെയ്യാത്ത വീഡിയോസാണ്, എന്നാൽ പോലും ബർത്ത്ഡേ വീഡിയോ എനിക്ക് കുറച്ച് സ്പെഷ്യലായിരുന്നു. അതിലുള്ള കുറേ ആൾക്കാരുടെ വോയിസുകളും അങ്ങനെ. അപ്പോൾ ആ ഒരു വീഡിയോ ആദ്യം നല്ലതാണ്, ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. അത് തന്നെ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, വാട്ട്സ് ദാറ്റ് പീസസ് ഓഫ് അഡ്വൈസ് യു വുഡ് ഗീവ് ടു എ പേഴ്സൺ ഹൂ ജസ്റ്റ് സ്റ്റാർട്ടഡ് മേക്കിംഗ് വീഡിയോസ് ഓൺ യൂട്യൂബ്? അതിന് മാത്രം പറയാൻ ഞാൻ ആരുമല്ല, ഞാൻ അത്ര വലിയൊരാളുമല്ല. പക്ഷേ ഒറ്റ കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോസ് ചെയ്യണം. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോസ് ചെയ്തിരിക്കണം എന്ന് പറയും ഞാൻ. കാരണം എനിക്ക് ആഗ്രഹത്തോടെ തുടങ്ങിയൊരു ചാനലാണ് ഈ ഒരു ചാനൽ. എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഭയങ്കര ആഗ്രഹമായിരുന്നു യൂട്യൂബ് തുടങ്ങണമെന്ന്. എന്ന് വെച്ചാൽ ഇതിൽ ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ അത്ര പെർഫെക്റ്റ് അല്ല, ഞാൻ ഇപ്പോഴും പഠിച്ചു വരുന്നേ ഉള്ളൂ. കുറേ കാര്യങ്ങൾ, കുറേ യൂട്യൂബിനെ പറ്റിയുള്ള അറിവുകളും വീഡിയോ ചെയ്യാനുള്ള ഒരു വൃത്തി എല്ലാം ഞാനിപ്പോഴും അതിൽ അടിപൊളിയൊന്നും ആയിട്ടില്ല. സ്റ്റിൽ ഞാൻ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്നാൽ പോലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. എന്നെ പോലെ പറ്റുന്ന പോലെ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നുള്ളൂ. നമ്മൾ പക്ഷെ അത് കുറച്ചുകൂടിയും നമുക്ക് അടിപൊളിയാക്കിയാൽ നല്ലതാണ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഐശ്വര്യ പുളിയത്ത് എന്ന് പറഞ്ഞിട്ടുള്ള, നിങ്ങൾ എൻ്റെ തന്നെ കുറേ പേര് കണ്ടിട്ടുണ്ടാവും അവളുടെ വീഡിയോസൊക്കെ. അവളുടെ എന്ന് പറഞ്ഞാൽ അവൾക്ക് നന്നായി പ്രസൻറ്റ് ചെയ്യാൻ അറിയാം. എന്നുവെച്ചാൽ അവൾക്ക് ഭയങ്കരമായി സംസാരിക്കാൻ അറിയാം. പക്ഷേ അവളിങ്ങനെ പുറത്ത് വന്ന് കുറേ സംസാരിക്കില്ല. അവൾക്ക് അവളുടെ സ്പേസിലുള്ള, ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്തുനിന്ന് സംസാരിക്കാൻ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അവളെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് സംസാരിക്കാൻ അവൾക്ക് ഇച്ചിരി പ്രശ്നമാണ്. പക്ഷെ അവൾക്ക് അവളുടെ സ്പേസിലിരുന്ന് നന്നായി പ്രസൻറ്റ് ചെയ്യാൻ അറിയാം. എന്നോട് കുറേ പേര് അവളുടെ ഫ്രണ്ട്സ് അല്ലാത്ത എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് നല്ല രസമാണ് അവളുടെ പ്രസൻറ്റേഷൻ കേൾക്കാൻ, ശരിക്കും അടിപൊളിയാണ്. അപ്പോൾ അവൾക്കൊരു ലെവൽ ഓഫ് പ്രസൻറ്റേഷൻ്റെ ഒരു സെറ്റപ്പില്ലേ, അത് അടിപൊളിയാണ്. എനിക്ക് അതുപോലെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിലേക്ക് ആവാൻ എനിക്ക് പറ്റൂല.
കാരണം എനിക്ക് എൻ്റെ ഒരു വേ ഓഫ് ഉണ്ട്, എനിക്ക് ഇത്രേ പറ്റുള്ളൂ. പക്ഷേ അതന്നെ. അപ്പോൾ ഒരു അഡ്വൈസ് കൊടുക്കുക ഞാൻ അത്രേ പറയുള്ളൂ. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോസ് എന്നല്ല എന്തും നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. ഞാൻ എനിക്കിഷ്ടമുള്ള പല പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതിപ്പോൾ തെറ്റാണോ ശരിയാണോ എന്ന് ഞാൻ ആലോചിക്കാറില്ല. എനിക്കൊരു ഒറ്റ മൈൻഡാണ് കുറേ കാര്യങ്ങൾ. പക്ഷെ ചിലപ്പോൾ അത് തെറ്റാവാറുണ്ട്. എന്നാൽ പോലും വീഡിയോസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. ഇനി അതിൽ വല്ല കുറ്റങ്ങളും തെറ്റുകളും ഉണ്ടെങ്കിൽ നമുക്കത് ഒരു പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ. കുറേ ചെയ്ത് റെഡിയാവും. സോ അങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ഇതല്ലാണ്ട് എനിക്ക് ഓർമ്മയില്ല, ഈ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ അടിയിലല്ലാണ്ട് വേറൊരു പോസ്റ്റിൻ്റെ അണ്ടറിൽ വന്നിട്ട് ആ Q&Aയിൽ പറയുമോ ചോദിച്ചിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ മുന്നേ കണ്ടിരുന്നു. പക്ഷെ അതിപ്പോൾ ഏത് കമ്മ്യൂണിറ്റി പോസ്റ്റിലാണ് ചോദിച്ചാൽ, അല്ല ഏത് പോസ്റ്റിൻ്റെ അണ്ടറിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്ക് ചെറുതായിട്ട് ഓർമ്മയുണ്ട്. ഇവിടെ തന്നെ അതിലെന്തായിരുന്നു വെച്ചാൽ, അതിൽ എനിക്ക് ഇപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചോദിച്ച ഒരാൾ തന്നെയാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. Q&Aയിൽ ആൻസർ ചെയ്യുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും കൂടി പറയുമോ എന്ന് ചോദിച്ചിട്ട് ഒരാൾ, പാറു എന്ന് പറഞ്ഞിട്ട് ഒരാൾ, ഈ കുട്ടി കുറേ എണ്ണത്തിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്, അല്ല കുറേ എണ്ണത്തിൽ കമൻറ്റ് ചെയ്യാറുണ്ട്. പെങ്കൊച്ചാന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതിൽ അവൾ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 5 ബുക്സിൻ്റെ ഒക്കെ പേര്, ഞാൻ ബുക്സ് എന്താ വായിക്കുന്ന പോസ്റ്റ് ഇട്ടപ്പോഴാണ് 5 ബുക്സിൻ്റെ ഒക്കെ പേരെന്താ പറയുമോ ചോദിച്ചിട്ട്, റെക്കമെൻഡ് ചെയ്യുമോ ചോദിച്ചാൽ. അത്രയും ബുക്ക് വായിക്കുന്ന ആളൊന്നുമല്ല, എന്നാലും എൻ്റെ ഒരു മലയാളം അടിപൊളിയാക്കിയത്, എനിക്ക് മലയാളം ഒട്ടും വായിക്കാൻ അറിയില്ലായിരുന്നു. എഴുതാൻ ഇപ്പോഴും അറിയില്ല, ബട്ട് എനിക്ക് ഒട്ടും മലയാളം വായിക്കാൻ അറിയില്ല. അത് വലിയ പ്രൗഡായിട്ട് പറയുന്നതല്ല, ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല മലയാളം. 4ാം ക്ലാസ് കഴിയുമ്പോൾ മലയാളം വിട്ടതാണ്. സംസ്കൃതമായിരുന്നു പഠിച്ചത്. സോ മലയാളം എനിക്ക് എഴുതാൻ ഒട്ടും അറിയില്ല, വായിക്കാൻ ഇപ്പോൾ അടിപൊളിയായിട്ട് അത്യാവശ്യം വായിക്കാനൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ മലയാളം ബുക്സ് വായിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ കോഴിക്കോട് ഒരു KLF എന്ന് പറഞ്ഞ പരിപാടി നടന്നപ്പോൾ എനിക്ക് ഭയങ്കര പൊലിവായി, അവിടെ പോയിട്ട് ബുക്സൊക്കെ നോക്കാം, അങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെയോ വന്നൊരു ഇതാണ്. അങ്ങനെ കുറേ ബുക്സ് വായിക്കാൻ തുടങ്ങി. പിന്നെ എനിക്കിങ്ങനെ ഭയങ്കര ഞാനിപ്പോൾ ഒരു ബുക്ക് വായിക്കുമ്പോൾ ആദ്യത്തെ കഥാപാത്രം ഞാനാ എന്ന് തോന്നാറുണ്ട് എനിക്കിടയ്ക്ക്. ചിലതൊക്കെ എനിക്ക് റിലേറ്റ് ആവാറുണ്ട്. അങ്ങനെ ബുക്സിൻ്റെ പേര് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ കുറേ ഒന്നും അറിയില്ല. മലയാളം ബുക്സിനോടാണ് എനിക്ക് കുറച്ചും കൂടി. ഇംഗ്ലീഷ് ബുക്സ് എനിക്ക് അത്രയ്ക്ക് കിട്ടാറില്ല. എന്ന് വെച്ചാൽ എൻ്റെ മൈൻഡ് അത്രയ്ക്ക് ഓക്കെ ആവാറില്ല അത് വായിക്കുമ്പോൾ. മലയാളം ബുക്സിനൊരു പ്രത്യേകത ഉണ്ട്, എന്ന് വെച്ചാൽ നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇറക്കും. ആ ഒരു ബുക്കിലേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് മൈൻഡ് അതിലേക്ക് പോവും. പക്ഷെ ഇംഗ്ലീഷ് അത്രയും നമ്മളിങ്ങനെ വലിച്ചെടുക്കില്ല, നമുക്ക് ജസ്റ്റ് വായിച്ചു പോവാം, അങ്ങനെ പറ്റുള്ളൂ. മലയാളം ബുക്സ് എനിക്ക് കുറേ ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട് എനിക്ക് ഇഷ്ടമായത്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമായൊരു ബുക്കാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. ഏറ്റവും ഇഷ്ടമായൊരു ബുക്കാണ്, എനിക്കറിയില്ല, ഭയങ്കര ഈ പെൺകുട്ടികൾക്കൊക്കെ വായിക്കാൻ പറ്റിയ പോലത്തെ ഒരു ബുക്ക്. പിന്നെ അതുപോലെ തന്നെ ഈ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എഴുതിയ നിമ്ന വിജയൻ്റെ വേറെ ബുക്കായിരുന്നു ഞാൻ കടലാകുന്നു, അങ്ങനെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ വായിച്ച വേറെ ബുക്സുകൾ എനിക്ക് പേരൊന്നും അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല. കുറേ ബുക്സ് ഞാൻ വായിച്ചൊരു മലയാളം ഒരു 8-10 ബുക്ക് വായിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 10ൻ്റെ അണ്ടറിൽ എന്തായാലും വായിച്ചിട്ടുണ്ട് ബുക്സ്. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ ആദ്യം വരുന്ന ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് കുറേ പേര് വായിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നും കിട്ടുന്നില്ല, അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ കുറച്ച് ബുക്സ് എനിക്ക് കൂടുതൽ ഈ വുമണിൻ്റെ ബുക്സുകൾ വായിക്കാനാണ് ഇഷ്ടം. എന്നുവെച്ചാൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ബുക്സുകളായിരിക്കും. സ്ത്രീകളെ പറ്റി, അവർ വന്ന ജീവിതങ്ങൾ, അല്ല അവർ വന്ന ആ ലൈഫ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം അങ്ങനത്തെയൊക്കെ ബുക്സാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫായിട്ട് ഒരു ബന്ധം പോലും ഉണ്ടാവില്ല, പക്ഷെ നമ്മളാണെന്ന് വിചാരിച്ചു. ആ ക്വസ്റ്റ്യൻ ഞാൻ ഇതിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് Q&Aൻ്റെ അണ്ടറിൽ വന്ന കമൻറ്റ് ബോക്സിൽ വന്ന ക്വസ്റ്റ്യൻ അല്ലായിരുന്നു. വേറൊരു സ്ഥലത്ത് പോയിട്ട് ആ കൊച്ചിങ്ങനെ ചോദിച്ചതാണ്, ഇതും കൂടി അതിൽ പറയുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇതിൽ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ വീഡിയോ ഞാനിന്ന് ചെയ്യണമെന്നൊന്നും വിചാരിച്ചതല്ല, പിന്നെ വിചാരിച്ചു ചെയ്യാം, എന്തായാലും വെറുതെ ഇരിക്കുകയാണ്. അപ്പം എനിക്കിന്നൊരു മൂഡ് വന്നു വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒന്ന് റെഡിയായി. വേറെ ഒന്നും ചെയ്തില്ല, ലിപ്സ്റ്റിക്ക് ഇട്ട് ഒന്നും കൂടി ഇതാക്കി. അത്ര വലിയ അടിപൊളി കോലത്തിലൊന്നുമല്ല ഞാൻ ഇരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ റോ ആയി ചെയ്യാനും കൂടി ആട്ടോ എനിക്കിഷ്ടം. അത് ആദ്യമേ പറഞ്ഞേക്കാം. എനിക്കിങ്ങനെ ഭയങ്കര കെട്ടിയൊരുങ്ങി ചെയ്യുന്നതിനെക്കാട്ടും, കെട്ടിയൊരുങ്ങി ചെയ്തിട്ടില്ല നല്ല വീഡിയോസ്, പക്ഷെ എനിക്ക് റോ ആയി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ്. എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ചെയ്യാൻ. അപ്പോൾ
അങ്ങനെയുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഇത് എത്ര മിനിറ്റ് ആയെന്നൊന്നും അറിയില്ല, അത്യാവശ്യം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഇതിൽ കുറെ ഞാൻ എന്തൊക്കെയോ വിശേഷങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട് ആ ക്വസ്റ്റ്യനായി ബന്ധമില്ലാത്ത. എന്തായാലും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്തു എന്ന് തോന്നുന്നു. എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു ഇന്നത്തെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതൊരു ഒരാഗ്രഹം കൊണ്ട് ചെയ്യുന്ന വീഡിയോസാണ്. ഞാൻ എപ്പോഴും പറയാം, എന്നോട് എപ്പോഴും ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്, കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, എപ്പോഴും ഇടുക വീഡിയോസ്, എന്നാലേ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ. ഞാൻ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയും കൂടിയല്ല, എനിക്ക് എൻ്റെ മൈൻഡ് ഓക്കെ ആക്കാനും എനിക്ക് കുറച്ച് സന്തോഷവും ഞാൻ കുറച്ച് സാറ്റിസ്ഫൈഡ് ആവാൻ വേണ്ടിയിട്ടും കൂടിയൊക്കെയാണ് വീഡിയോസ് ചെയ്യുന്നത്. പക്ഷെ ചിലവർ ഒരു 2-3 പേരെങ്കിലും എൻ്റെ അടുത്തുനിന്ന് എപ്പോഴും വീഡിയോസ് പ്രതീക്ഷിക്കുന്നവരുണ്ടാവാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അവർക്ക് വേണ്ടിയിട്ടാട്ടോ പറയുന്നത്, അല്ലാണ്ട് എല്ലാവരും ഇപ്പം എൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടി ത്വരയായിട്ടിരിക്കുക അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ 2 ദിവസത്തിന് മുന്നേ എടുത്ത് വെച്ചൊരു പോസ്റ്റായിരുന്നു, കമ്മ്യൂണിറ്റി പോസ്റ്റായിരുന്നു. Q&A എനിക്ക് ഫസ്റ്റ് വൺ ചെയ്തപ്പോൾ കുറച്ചൊന്ന് ഒരു മൂഡ് വന്നു, അപ്പോൾ അങ്ങനെ ഇട്ടതാണ്. ഇനിയും നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ബിലോ, ക്വസ്റ്റ്യൻസ് അവിടെ തന്നെ ഇട്ടോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. കുറേ വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരട്ടെ, അപ്പോൾ എനിക്ക് ആൻസർ ചെയ്യാനൊരു രസമുണ്ട്. പക്ഷെ ഇപ്പോൾ അന്ന് ചോദിച്ചതിനെക്കാട്ടും ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻസിൽ കുറച്ച് മാറ്റങ്ങളുണ്ട് കേട്ടോ, എനിക്കിഷ്ടമായി. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതാക്കുന്നത്, അല്ലാണ്ട് ഫസ്റ്റ് Q&A വന്നു, അത് പിന്നെ സ്റ്റാർട്ടിങ് അല്ലേ, കുറച്ച് പേഴ്സണൽ ആയിട്ടൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിലെന്തൊക്കെയൊക്കെ അല്ലേ ഫേവറേറ്റ് കളർ, എനിക്ക് അങ്ങനത്തെ എന്തൊക്കെയോ ആയിരുന്നു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ അതന്ന് ട്രിപ്പിന് പോയപ്പോൾ ചെയ്താൽ. സോ അങ്ങനെയുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ. അപ്പോൾ ഗൈസ് ബൈ. ഇനി കൂടുതൽ ഇങ്ങനെ സംസാരിച്ച് നിങ്ങളെ ഇതാക്കുന്നില്ല. ബൈ.